19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ സാമൂഹിക പ്രക്രിയകളെ നമ്മൾ എന്തുകൊണ്ട് നവോത്ഥാനം എന്ന് വിളിക്കുന്നു? ആര് വിളിച്ചു? എപ്പോഴാണ് ഇത് നവോത്ഥാനമാണ് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. എന്നു മുതൽക്കാണ് നവോത്ഥാനം എന്ന ഈ സാമൂഹ്യ പ്രക്രിയകളെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് എന്നത് കേരള ചരിത്രത്തിൽ അജ്ഞാതമായിട്ടുള്ള ഒരു 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 കാര്യമാണ്. അതിലൊരു ദുരൂഹതയുണ്ട്. എന്താണ് കേരള ചരിത്രത്തിൽ നവോത്ഥാനത്തിന്റെ സ്ഥാനം എന്ന് അറിയുന്ന ധാരാളം പേരുണ്ടെങ്കിലും പ്രധാനമായും എന്തുകൊണ്ട്, എവിടെ വെച്ച്, എപ്പോൾ തുടങ്ങി ഈ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇതുവരെ പരിചിന്തിച്ചിട്ടില്ലാത്ത ഒരു ചരിത്ര വസ്തുതയാണ്. രണ്ടാമതായി, എവിടെ മുതൽക്കാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതൽക്കാണ് കേരളത്തിന്റെ ഈ നവോത്ഥാനം തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. പൊതുവിൽ നമ്മൾ 19-ാം നൂറ്റാണ്ടിനെ മൊത്തത്തിൽ പറയാറുണ്ട്. ചിലർ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി എന്ന് പറയാറുണ്ട്. ചിലർ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ എന്ന് പറയാറുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഇത് ഒരു തുടർ പ്രക്രിയയാണ്, ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെട്ടറിക്കലായി പറയാറുണ്ട്. ഏകദേശമുള്ള ഒരു കൺസെൻസസ്, ഒരു സമ്മതം എന്ന് പറയുന്നത് ഇത് 1850-കൾക്ക് ശേഷമുണ്ടായ ചില സാമൂഹിക മാറ്റങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അടിമത്ത നിരോധനത്തിന് ശേഷം, മിഷണറിമാരുടെ പ്രവർത്തനം സജീവമായതിനു ശേഷം ഒക്കെ ഉണ്ടായ ഒരു സാമൂഹിക സാഹചര്യത്തെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്നു മുതലാണ് ഈ നവോത്ഥാനം എന്നതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി? എൻ്റെ അറിവിൽ ഇതിനാദ്യമായി ഈ കാലഘട്ടത്തെ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന 50-കളിൽ P.K. ബാലകൃഷ്ണനാണ്. അദ്ദേഹം പക്ഷേ ഒരു കൊട്ടിഘോഷിച്ച് ഇതിനെ നവോത്ഥാനം എന്ന് വിളിക്കുന്നു എന്ന് പറയുകയൊന്നും ആയിരുന്നില്ല. ആനുഷംഗികമായി അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ 19-ാം നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന പ്രക്രിയയുടെ എന്ന തരത്തിൽ ഒരു പ്രയോഗം അദ്ദേഹം 54-ൽ നടത്തുന്നുണ്ട്. അതിനുശേഷവും അതിനു മുൻപും ആരും തന്നെ ഇതിനെ ഒരു നവോത്ഥാന പ്രക്രിയ, ഇപ്പം 20-കളിൽ നിന്ന് കേരള സമൂഹം 30-കളിലേക്ക് പോയി, ആരും ഇതിനെ നവോത്ഥാന പ്രക്രിയ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ 30-കളിൽ നിന്ന് നമ്മൾ 40-കളിലേക്ക് പോയി, വലിയ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചു. 30-കളിലാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെല്ലാം നമ്മൾ ഇന്ന് പറയുന്ന, ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ നവോത്ഥാന പ്രക്രിയയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ് എന്ന രീതിയിൽ വിശദീകരിക്കാറുണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഇത് നവോത്ഥാനം എന്ന് തിരിച്ചറിഞ്ഞ് വ്യവച്ഛേദിച്ച് പറയാൻ ആരംഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ 40-കളിൽ നിന്ന് 50-കളിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ P.K. ബാലകൃഷ്ണന്റെ വളരെ ആനുഷംഗികമായ ഒരു പ്രയോഗമല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനയും, നവോത്ഥാനം എന്നുള്ള ഒരു വാക്ക് ഈ ചരിത്ര പ്രക്രിയ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് മലയാളികൾ തിരിച്ചറിയുന്നതായി യാതൊരു രേഖയും നമ്മുടെ മുൻപിൽ നിലവിൽ ലഭിക്കാനില്ല. ഇത് സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ മറ്റൊരു ചരിത്രാനുഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ വ്യവസായ വിപ്ലവം എന്ന് പറയും യൂറോപ്പിന്റെ ചരിത്രം പറയുമ്പോൾ. യൂറോപ്പിന്റെ ചരിത്രം പറയുമ്പോൾ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പറയാതെ യൂറോപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നടന്ന ഒരു ചരിത്ര സംഭവമല്ല. ചില ശാസ്ത്രീയമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു, ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട് ഉൽപാദന വിതരണ സമ്പ്രദായങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു, ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയെ, ഈ സാങ്കേതിക വികാസത്തിൻ്റെതായ ഒരു പ്രക്രിയയെ പിൽക്കാലത്ത് വ്യാവസായിക വിപ്ലവം എന്ന് ചരിത്രകാരന്മാർ വിളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഗവേഷണങ്ങൾ നടത്തിയവരോ എന്തെങ്കിലും പുതിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കണ്ടെത്തിയവരോ ഇത് ഞങ്ങളൊരു വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യമല്ല. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുമ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ, ഇതിന് ലേബൽ കൊടുത്തു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഭൗതിക ശക്തി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഇന്നിപ്പോൾ വ്യാവസായിക വിപ്ലവം എന്നുള്ള ഒറ്റ വാക്കിൽ യൂറോപ്പിന്റെ മുഴുവൻ കൊളോണിയൽ ചരിത്രത്തെയും അതുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച കൊളോണിയൽ അധിനിവേശത്തിൻ്റെയും ശാക്തിക പ്രക്രിയകളെ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായ ഒരു സംജ്ഞയായി, പരികൽപ്പനയായി വ്യാവസായിക വിപ്ലവം എന്ന പരികൽപ്പന നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കോൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ കേരള ചരിത്രത്തിലെ ഒരു മാർക്കർ എന്നുള്ള രീതിയിൽ ഒരു വലിയ ലേബലായി ഈ നവോത്ഥാനം മാറി. നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ് നവോത്ഥാനം എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ബാധ്യതയും കൂടിയാണ്. അതിനെ മനസ്സിലാക്കുക, ഇതനുസരിച്ചാണോ കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് അളന്നു നോക്കുക തുടങ്ങി നിരവധി
കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു മാർക്കറായി ഈ നവോത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ആ സാമൂഹ്യ പ്രക്രിയയ്ക്ക് നമ്മളൊരു പേര് കൊടുത്തതിന് ശേഷമാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇതിലൊരിക്കലും ഇതിപ്പോൾ യൂറോപ്പിൽ നവോത്ഥാനം നടന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് നമ്മൾ കടമെടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എൻലൈറ്റൻമെന്റ് എന്നും റിനൈസൻസ് എന്നും ഒക്കെ പറയുന്ന ആ ജ്ഞാനോദയം എന്നും നവോത്ഥാനം എന്നും ഒക്കെ നമ്മൾ പേരിടുന്നതിൽ നിന്ന് നമ്മളൊരു കടം കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാവസായിക അല്ലെങ്കിൽ ഈ യൂറോപ്പിലെ നവോത്ഥാനവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളൊരു അന്വേഷണമല്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യാറില്ല. അങ്ങനെ അത്രയ്ക്കൊരു ഒരു ഒരു സമീപസ്ഥമായ രീതിയിൽ ഇതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും നടത്താൻ ആരും അധികം മുതിരാറില്ല. മറിച്ച് നമുക്കറിയാം നമ്മുടെ നവോത്ഥാനം എന്താണ് എന്നുള്ളത് എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇത്തരത്തിലൊരു ലേബൽ നൽകുകയും ആ 19ാം നൂറ്റാണ്ടിൽ നടന്ന മുഴുവൻ സാമൂഹിക പ്രക്രിയയും നവോത്ഥാനം എന്നുള്ള ഒരു ഒറ്റ ലേബലിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിനൊരു രേഖീയത നൽകുക എന്നുള്ളതാണ്. അതിന് ചില നിയതമായ അടയാളങ്ങളുണ്ടെന്നും അതിന് ചില നിയതമായ ചിട്ടവട്ടങ്ങളുണ്ടെന്നും അച്ചടക്കങ്ങളുണ്ടെന്നും നമ്മൾ മുൻകൂട്ടി പറയുകയാണ് ഇതിനെ നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നതിലൂടെ ചെയ്യുന്നത്. രണ്ടാമതായി, ഇതിൻ്റെ ഏത് അപഭ്രംശത്തെയും നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ഇതാണ് നവോത്ഥാനം. ഇപ്പോൾ ജാതി സമത്വത്തിന് വേണ്ടിയുള്ള, വ്യക്തി സമത്വത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആചാരങ്ങൾക്കെതിരെയുള്ള സമരങ്ങളെയെല്ലാം ദ്യോതിപ്പിക്കുന്ന ഒരു പൊതുസംജ്ഞയായി, പരികൽപ്പനയായി നവോത്ഥാനത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യ അന്തസ്സിനെ കുറിച്ചുള്ള എല്ലാം ചേരുന്ന നമുക്ക് എന്തൊക്കെ ഈ നവോത്ഥാനത്തിൽ എന്തൊക്കെ ചേർക്കാമോ, മനുഷ്യൻ്റെ സാമൂഹിക നന്മകൾ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എത്തിക്സ്, നൈതികതയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചേർക്കാമോ അതെല്ലാം ചേർത്ത് പൊലിപ്പിക്കാൻ കഴിയുന്ന ഒരു പരികൽപ്പനയായി നവോത്ഥാനം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഏതൊരു അപഭ്രംശവും കേരളത്തെ സംബന്ധിച്ചോളം സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ ഏതാണ് സ്വീകാര്യം ഏതാണ് അസ്വീകാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ ബാധ്യതയായി തീർന്നിട്ടുണ്ട് ഈ ലേബൽ എന്ന് പറയുന്നത്. എന്തുണ്ടായാലും അത് ഇതിൻ്റെ ഒരു അപഭ്രംശം മാത്രമാണ്. അല്ലാതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു നിത്യസാധാരണമായ ഒരു പ്രശ്നമായി അല്ല നമ്മളിപ്പോൾ ഒരു ദുരഭിമാന കൊലയെ കാണുന്നത്, അല്ലെങ്കിൽ ജാതി പരാമർശങ്ങൾ നടത്തുന്നതിനെ കാണുന്നത്, ജാതി അധിക്ഷേപങ്ങളെ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നടക്കുന്ന അത്രയും തീവ്രതയോടെ അല്ലെങ്കിലും കേരളത്തിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അതിനേക്കാൾ തീവ്രതയോടെ ദുരഭിമാന കൊലയൊക്കെ അതുപോലെ തന്നെ അത്ര തന്നെ തീവ്രതയോടെ കേരളത്തിൽ സംഭവിക്കുന്നതാണെന്ന് അറിയാം. അത് കാണുമ്പോൾ നവോത്ഥാനത്തിൽ നിന്നുള്ളൊരു അപഭ്രംശമാണ് ഇത് എന്ന് പറഞ്ഞു വെക്കാനും അതിനെ അംഗീകരിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു സമൂഹം കൂടിയാണ് നമ്മുടേതെന്ന് സമ്മതിക്കുന്നതിൽ നമ്മെ വിലക്കുകയും കൂടി ചെയ്യുന്ന ഒരു പരികൽപ്പനയായി നവോത്ഥാനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാനതിനെ നവോത്ഥാന ദുരഭിമാനം എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ നവോത്ഥാനം നടന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചാൽ അതൊരു അപഭ്രംശം മാത്രമായിരിക്കും എന്നുള്ള ഒരു ദുരഭിമാനം. ഇത് സമ്മതിക്കാൻ സാധിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നടക്കാനിടയുണ്ട്. മറ്റ് ഇന്ത്യയിലെ പ്രദേശങ്ങളെ പോലെ തന്നെയാണ് കേരളത്തിലും ഇതൊക്കെ സംഭവിക്കാം. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് കേരളത്തിൽ ഉണ്ടാകാം എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നൊരു നവോത്ഥാനത്തിൽ നിന്നുള്ള അപഭ്രംശമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റ് പ്രദേശങ്ങൾക്കും ആ ബാധ്യതയില്ല. നമുക്ക് അത്തരത്തിലൊരു ബാധ്യത ഈ നവോത്ഥാനം എന്ന് പറയുന്ന പരികൽപ്പന നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.